ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ ടേസ്റ്റോടുകൂടി ഇപ്പി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളൊരു സബോളയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞതാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അത് രണ്ടും കൂടെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിന് 2 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 2 മുട്ടയും അതേ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ മിക്സും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിങ്ങനെ ഒരു മിക്സായിട്ട് നമുക്ക് കിട്ടും അത്. എന്നിട്ട് അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ ജസ്റ്റ് കുറച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ ആ മസാല, ഇപ്പിയിലുള്ള മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പി ആഡ് ചെയ്ത് കൊടുത്തു. അതൊരു 2 മിനിറ്റ്സ് വേവിക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ മിക്സ് അതിലേക്ക് തട്ടി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. നമ്മുടെ ഇപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോനോട് അഭിപ്രായം ചോദിക്കാം. സൂപ്പർ.